ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. കർഷകവേദി പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ? ഗാഠമായി ചിന്തിച്ച് മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ നായർ. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, നിന്നോടുള്ള എൻ്റെ സ്നേഹം എനിക്കൊരിക്കലും പറഞ്ഞറിയിക്കാനാവില്ല. നീ ഇപ്പോൾ തുടരുന്ന ഈ അവഗണന അതെനിക്ക് സഹിക്കാനാവില്ല. കേശവൻ നായർ മുഖമുയർത്തി സാറാമ്മയുടെ തെളിഞ്ഞ മിഴികളിലും തങ്കക്കഴുത്തിലും വടിവൊത്ത ദൃഢങ്ങളായ മുലകളിലും നോക്കിയിട്ട് ആലോചിച്ചു. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ സ്നേഹിക്കുകയെന്നതല്ലാതെ പിന്നെ എന്തൊരു ജോലിയാണ്? സാറാമ്മ മധുരസുന്ദരമായ പ്രേമജോലി സ്വീകരിച്ചുവോ? കേശവൻ നായർ പിറ്റേ ദിവസം ചോദിച്ചു. സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. അതിൻ്റെ പിറ്റേ ദിവസം ചോദിച്ചപ്പോഴും സാറാമ്മ പറഞ്ഞു, നാളെ പറയാം. ലക്കും തിട്ടവുമില്ലാതെ കുറേ അധികം ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. File its response within 2 weeks of next month. ആലപ്പാട് നിന്നും പ്രസന്ന എന്നിവർ ഈ ഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് എഴുതിയിട്ടുണ്ട്. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം പരീക്ഷ. ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ രഞ്ജിനി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച. ശുഭരാത്രി. പ്രിയപ്പെട്ട രഞ്ജിനി, ഭാർഗവീ നിലയമെന്ന ചിത്രത്തിലെ താമസമെന്തേ വരുവാൻ എന്ന ഗാനം അടുത്തയാഴ്ചയിലെ രഞ്ജിനിയിലൂടെയെങ്കിലും
കേൾക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ എം ബാലചന്ദ്രൻ. രഞ്ജിനി. ആശയം ആവിഷ്കാരം ചെമ്പരത്തി. പ്രസ് അക്കാദമി, കാക്കനാട്.